ഹായ് ഫ്രണ്ട്സ്, മൈ ഫാം വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഈ ഇരിക്കുന്നത് എവിടെയാണ് മനസ്സിലായോ? നമ്മുടെ പുതിയൊരു ചെറിയ ഫാം സെറ്റപ്പിലാണ് ഞാൻ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെ, ഈ കാണുന്ന ബാക്കിൽ കാണുന്നതാണ് ചെറിയൊരു ഫാം സെറ്റപ്പ് പുതിയതായിട്ട് ഉണ്ടാക്കിയാണ്. നമ്മൾ ഇത്ര നാൾ ഇവിടെ ചെയ്തതിനേക്കാളും ചെറിയ രീതിയിലാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. പക്ഷേ പ്രത്യേകത പറഞ്ഞെങ്കിൽ ഇങ്ങനെ മുകളിൽ ഷീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ സുഖമായിട്ട് നമുക്കിവിടെ ഇരിക്കാനും പുറത്തുനിന്നുള്ള പക്ഷികളുടെ ഉപദ്രവവും അതുപോലെ മഴയും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല. അതുപോലെ നേരിട്ടുള്ള വെയിലടിക്കില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ള ആൽഗ കയറലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒരു സൗകര്യമായിട്ട് ഇരിക്കാനും പിന്നെ വീഡിയോ എടുക്കാൻ എനിക്ക് ഭയങ്കര സന്തോഷം കിട്ടുന്നുണ്ട്. കാരണം ഇവിടെ സമാധാനമുണ്ട്. ഞാൻ അതിൻ്റെ ഉള്ളിലിരിക്കുന്നതൊന്നും പുറത്തുനിന്നൊരാളും കാണൂല. എനിക്ക് സംസാരിക്കാനും പറ്റും. പിന്നെ പുറത്തുനിന്നുള്ള ശബ്ദങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും. വീടിൻ്റെ തൊട്ടടുത്ത് വീടുകളിലുകൊണ്ടും പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്. അപ്പോൾ അവിടുത്തെ ശബ്ദം അതൊക്കെ ഉണ്ടാവും. എന്നാലും കുഴപ്പമില്ല. എനിക്കൊരു സമാധാനമുള്ളൊരു ഏരിയ പോലെ എനിക്ക് തോന്നുന്നുണ്ട്, ഒരു ഫ്രീഡം കിട്ടിയ പോലെ. അപ്പോൾ നമുക്കിനി കൂടുതൽ വീഡിയോസ് ചെയ്യണം. അപ്പോൾ ഇനി ഞാൻ ഇപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ബാക്കിൽ കാണുന്നതൊക്കെ നമ്മുടെ മൊയ്ന ടാങ്കുകളാണ്. ഈ കാണുന്ന ടാങ്കുകളൊക്കെ ഇത് 4 മൊയ്ന ടാങ്കും ആ ലാസ്റ്റ് അറ്റത്ത് കാണുന്ന 2 ഫിഷിനിടാൻ വേണ്ടിയിട്ടുള്ള ടാങ്കുമാണ്. അതുപോലെ ഇവിടെ കാണുന്ന ടാങ്കുകളിൽ ഇതൊക്കെ നമുക്ക് ബെറ്റാനെ ചെയ്യാനുള്ള ടാങ്കുകളാണ്. അറ്റത്ത് 2 ടാങ്ക് കാണുന്നത് നമുക്ക് നമ്മുടെ ഏഞ്ചലിനെ ചെയ്യാനുള്ള ടാങ്കുകളാണ്, ആ 2 അറ്റത്തെ വലുത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ കാണിച്ചു തരാനുള്ളത്. അപ്പോൾ ഞാൻ അവിടെ ഓൾറെഡി ബെറ്റനെ മേടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് അതിൻ്റെ കണ്ടീഷനിങ്, അതിൻ്റെ ബെറ്റ ബ്രീഡിങ് ഒക്കെ നമുക്കൊരു വീഡിയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ തൽക്കാലം ഞാൻ ഈ ഒരു സെറ്റപ്പ് കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ പുറത്തുനിന്നുള്ള സെറ്റപ്പ് കൂടി ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ഈ കാണുന്നതാണ് നമ്മുടെ ഷെഡ് കേട്ടോ. അത് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇങ്ങനെയാണ്. ഇതിൻ്റെ ഉള്ളിലുള്ള എന്താ സംഭവം എന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. അപ്പോൾ ചുമരുമ്പേക്ക് ആണി അടിച്ച് വെച്ചിട്ടാണ് ഞാൻ ഈ സംഭവം സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, വാഷിട്ട് ആണി അടിച്ചാണ് ഈ സംഭവം റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതെ, ഇവിടെ തൊട്ട് തുടങ്ങുകയാണ് നമ്മുടെ ടാങ്കുകൾ. ഈ അറ്റം വരെ അവിടെ വരെ നമ്മൾ സെറ്റപ്പ് ഉണ്ട്. ഈ കാണുന്നതൊക്കെ മൊയ്ന ടാങ്ക്, ആ ലാസ്റ്റത്തെ മാത്രം ഏഞ്ചലിനുള്ള ടാങ്കാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇതും ഏഞ്ചലിനെ ബ്രീഡ് ചെയ്യാനുള്ള ടാങ്കാണ് ഞാൻ ഉദ്ദേശിച്ചുള്ളത്. ഈ 2 ഏഞ്ചലിൻ്റെ കുട്ടികളെ വളർത്തി വലുതാക്കാനുള്ള ടാങ്കാണ് ആ അറ്റത്ത് 2 വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യമെങ്കിലും പരിപാടികളൊക്കെ വിചാരിച്ച പോലെ നടക്കുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഒരുപാട് മീനും കാര്യങ്ങളൊക്കെ ഉണ്ടായതാണ്. പക്ഷേ ഇപ്പോൾ എന്താ പറയുക, വീട്ടിലെ ചില ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ കാരണം ഒക്കെ നമ്മൾക്ക് ഇങ്ങനെ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാണ്ടായി പോയി. എന്നാലും നമുക്കിതിൽ നിർത്താൻ പറ്റില്ലല്ലോ. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാകുമ്പോൾ നമ്മൾ എത്രയൊക്കെ ഇല്ലാണ്ടായാലും നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യണമല്ലോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ചെയ്യാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ പെട്ടെന്ന് തന്നെ നാളത്തേക്ക് തന്നെ വരാം, നോക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു കേട്ടോ. ഇതൊരു സ്റ്റാർട്ടിങ് വീഡിയോ മാത്രമാണ്. നമ്മളിനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊന്ന് കാണിച്ചു തരുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിനി ആർട്ടിമിയും മൊയിനിയും എന്താ പറയുക ഇൻഫോസോറിയും പാരമീസിയൊക്കെ ഉണ്ടാക്കി നമ്മൾ പുതിയ ബ്രീഡിങ്ങിന് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ബെറ്റ ഫിഷിന് ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നമുക്ക് ഇനി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. അതുപോലെ ഏഞ്ചലിനെ മേടിക്കണം, അതൊക്കെ ചെയ്യാം. ഇനിയിപ്പോൾ ഒരു ഗ്യാപ്പിലാണ്ട് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ സെറ്റപ്പിലേക്കൊക്കെ മാറിയിട്ടുള്ളത്. ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ വഴിയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും വീണ്ടും പഴയ പോലെ ചെയ്യാം. അതുപോലെ ഗിവ് അവേ കാര്യങ്ങളൊക്കെ വീണ്ടും ചെയ്യണം. ഒരു പ്ലാനുകളൊക്കെ ഉണ്ട്. അടുത്ത ഗിവ് അവേഴ്സൊക്കെ പ്ലാനിങ്ങിലുണ്ട്, ഒക്കെ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക കേട്ടോ. താല്പര്യമുള്ളവർ മാത്രം മതി. ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ പെട്ടെന്ന് കാണാം.